അനിൽകുമാർ ആ പറഞ്ഞ കാര്യത്തിൽ ഈ കാര്യം ഇപ്പോൾ തുടർച്ചയായി ചർച്ചയിലേക്ക് വരുന്നത് കൊണ്ടാണ് തിരുവനന്തപുരത്തെ കാര്യം. അതിൽ ആ ഒരു കാര്യത്തിൽ മൂന്നാം സ്ഥാനത്ത് ഇങ്ങനെ 41 വാർഡുകളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു അസ്വാഭാവികത അതിനകത്തുണ്ട് എന്ന് ഇന്നൊരു ചർച്ചയിൽ ആരൊക്കെയോ പറയുന്നത് കേട്ടു ഇവിടെ ഇപ്പോൾ വൈകുന്നേരം. അതുപോലെ ശശി തരൂരിനെ പോലെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾക്കൊള്ളുന്ന ഭാഗത്തെ MP ആണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ ഇപ്പോൾ കാണുന്നതും ഒക്കെ വായിച്ചുള്ള വിശകലനങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു കൃത്രിമത്വം അല്ലെങ്കിൽ ഒരു അസ്വാഭാവികത ഉണ്ട് എന്ന് നിങ്ങളിപ്പോൾ കാണുകയാണോ പഠിക്കുന്ന ഘട്ടത്തിൽ? അല്ല, ഞാൻ പറയുന്നൊരു കാര്യം, BJP UDF ബന്ധമൊക്കെ അവിടെ നിൽക്കട്ടെ. എൻ്റെ പോയിൻ്റ് അതല്ല. ശശി തരൂർ എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് ജയിച്ചു? ഫസ്റ്റ് പോയിൻ്റ് അതാണ്. ശശി തരൂർ ജയിച്ചിട്ടില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കും, ഇല്ല കുമ്മൻ രാജശേഖരൻ ജയിക്കും. അപ്പോൾ എന്ത് വേണം? മതന്യൂനപക്ഷങ്ങൾ കൂട്ടായിട്ട് വോട്ട് ചെയ്യുമ്പോൾ വോട്ട് ചെയ്യുന്ന ആർക്കാണ്? കോൺഗ്രസിനാണ്. തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനകത്തെ മണ്ഡലങ്ങളിൽ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി എവിടെയാണ് ആളുകൾ വോട്ട് ചെയ്യേണ്ടത്? കോൺഗ്രസിനാണോ? ഏതാണ്ട് 5 സീറ്റുകളോട് അവിടെയുണ്ട്. ആ 5 സീറ്റുകൾ LDFന് ഗ്യാരണ്ടിയായി. ഈ ഫലം, തിരുവനന്തപുരത്തെ ഫലം 5 സീറ്റുകൾ LDFന് ഉറപ്പിക്കുന്നു. ഇതാണ് തെക്കൻ തുടങ്ങാൻ പോകുന്ന കാറ്റ്. കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല വിവേകമുള്ളവരാണ്. ആ വിവേകത്തോടെ ജനങ്ങൾ വോട്ട് ചെയ്താൽ ഒരു സംശയം വേണ്ട, BJPയെ ദുർബലപ്പെടുത്താനുള്ള വോട്ടാണ് കേരളത്തിൽ നിന്ന് വേണ്ടത്. അത് ഇന്ന് ഏറ്റവും സമർത്ഥമായി ചെയ്യാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിനാണ്. നരേന്ദ്രമോദി തട്ടിട്ട് തുള്ളി കിട്ടും. എന്തെങ്കിലും ഒരു കുറ്റകൃത്യം കേരളത്തിലെ LDFനെതിരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു? ഊഹാപോഹം ഉണ്ടാക്കുന്നതല്ലാതെ. അവസാനമാണ് നമ്മുടെ കിബി വഴി പൊതു ആവശ്യത്തിന് സ്ഥലം അക്വയർ ചെയ്ത് EDയുടെ കടലാസം കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? മുഖ്യമന്ത്രിക്കെതിരെ, തോമസ് ഐസക്കിനെതിരെ, കിബിക്കെതിരെ, ആർക്കെങ്കിലും ഇടതുപക്ഷത്തിനെതിരെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു ഇവരുടെ പൂരം? ഈ കടലാസുമായിട്ട് വന്നിരിക്കുക എന്തിന്? പൊതുസ്ഥലം ഏറ്റെടുത്തതിന്, പൊതു ആവശ്യത്തിന്. ഇതാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത്. പക്ഷേ എന്താണ്? പ്രൊപ്പഗൻഡയാണ്. ഒന്നാമത്തെ പ്രൊപ്പഗൻഡ എന്താണ്? ഇടതുപക്ഷത്തിന് കേന്ദ്രത്തിന് മുന്നിൽ നിന്നും എന്തോ നേടാനുണ്ട് വ്യക്തിപരമായി. അങ്ങനെ വ്യക്തിപരമായി ഒന്നും നേടാനില്ല. ഉണ്ടെങ്കിൽ പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ K4ൻ്റെ കാര്യത്തിൽ പോയ പോലെ, AI ക്യാമറയുടെ കാര്യത്തിൽ പോയ പോലെ, മാസപ്പടിയുടെ കാര്യത്തിൽ പോയ പോലെ നിയമയുദ്ധത്തിനൊരുങ്ങൂ. നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ഇനി 6 മാസക്കാലം ഉണ്ടല്ലോ, ഞങ്ങൾ തോക്കുമോ നോക്കട്ടെ, ഞങ്ങൾ തോൽപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. നിങ്ങൾ ചാനൽ ചർച്ചയിലോ മാധ്യമങ്ങളുടെ ചില പ്രൊപ്പഗൻഡയിലോ ചിലപ്പോൾ ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റും. ഇവിടെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഞങ്ങൾ വേണ്ടത്രത് മറികടന്നിട്ടുണ്ടാവില്ല. പക്ഷെ ഞങ്ങളെ കോടതി തോൽപ്പിക്കാൻ പറ്റത്തില്ല ഒരു സതീശനും. ഒരു മോദി വിചാരിച്ചാലും നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ ഞങ്ങൾക്ക് തലകുനിക്കേണ്ടി വരില്ല. ഇനി ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്താണ്? നമ്മുടെ സുപ്രീം കോടതിയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് BC നിയമനം സംബന്ധിച്ച്. അതിനെതിരെ പൊരുകുന്ന ഇടതുപക്ഷം, ഗവർണറുമായിട്ട് യുദ്ധം ചെയ്യുന്ന ഇടതുപക്ഷം, ഞങ്ങളാ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് മാധ്യമങ്ങളുടെ പങ്ക്? ഗവർണർ മുഖ്യമന്ത്രി പോരെ. അങ്ങനെയാണത്? ഗവർണർ മുഖ്യമന്ത്രിയായിട്ടാണോ പോര്? അപ്പം ഞങ്ങൾ PMCയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിങ് ആറ്റിറ്റ്യൂഡാണെങ്കിൽ ഇവിടെ കോംപ്രമൈസ് ചെയ്താൽ മതി. കോംപ്രമൈസ് ചെയ്തിട്ടില്ല, ഒരു വിട്ടുവീഴ്ചയില്ല സംഘപരിവാരമായിട്ട്. പക്ഷേ ഭരണതലത്തിൽ മുഖ്യമന്ത്രിക്ക് ഗവർണറുമായി ഇടപെടേണ്ടി വരും, മന്ത്രിമാർക്ക് ഇടപെടേണ്ടി വരും, പ്രധാനമന്ത്രിയായിട്ട് ഇടപെടേണ്ടി വരും. ഇടപെട്ടാൽ അത് അന്തർധാര. ഇതൊരു ആഖ്യാനാണ്. അനിൽകുമാർ, അപ്പോൾ ഈ കാര്യങ്ങളൊന്നും തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊന്നും തന്നെ ജനങ്ങളുമായി സംവദിക്കേണ്ടി വന്നിട്ടില്ല. അവിടെ വികസനവും ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളുമാണ് നിങ്ങൾ പറയാൻ ശ്രമിച്ചത്. പക്ഷെ അപ്പോഴൊക്കെ മറ്റു കാര്യങ്ങൾ കൊണ്ടുവരാൻ ആണ് പ്രതിപക്ഷം ശ്രമിച്ചത്. അതൊക്കെ കൃത്യമായി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ജനങ്ങളോട് പറഞ്ഞു പോകുക എന്നതും കൂടി ഈ പറയുന്ന പരിശോധനയിലുണ്ടാകും. അതായിരിക്കും തിരുത്തലിൻ്റെ ഒരു ഘട്ടത്തിൽ നടക്കുക. ഇത് തന്നെയല്ലേ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? ഒന്ന്, കേന്ദ്ര സർക്കാർ കേരളത്തോട് ചെയ്യുന്ന ദ്രോഹത്തിനെതിരായ സമരത്തിൻ്റെ ഒരു ഘട്ടം നമ്മൾ നടത്തിയിരുന്നു. ആ യുദ്ധം കോടതിയിലേക്കാണ് പോയിരുന്നത്. പക്ഷേ സുപ്രീം കോടതി എന്താ ചെയ്യുന്നത്? സുപ്രീം കോടതി ഇങ്ങനെ വലിച്ചു നീട്ടുകയല്ലേ. മനസ്സിലാക്കാഞ്ഞിട്ടാ? ആ താൽക്കാലിക VCമാരെ വെച്ച് നിയമവിരുദ്ധമാണെന്ന് ഇവിടുത്തെ 2 കോടതികൾ വിധിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതി എന്തിനാണ് വെച്ച് നീട്ടുന്നത്? അവരെ പുറത്താക്കിയിട്ടുകൊണ്ട് സംസാരിക്കാൻ. അപ്പോൾ കോടതി വഴിയുള്ള പരിഹാരം നോക്കി, പരിഹാരം താമസം എടുക്കുന്നു. അപ്പോൾ എന്ത് വേണം? ജനങ്ങളെ അതിനകത്ത് വഴിയിലേക്ക് ഇറങ്ങണം.
നമ്മുടെ കേരളത്തിൻ്റെ റെയിൽവേ വികസനം എന്താ കേന്ദ്രം ചെയ്യുന്നത്? നാട്ടുകാരെ കൊണ്ട് വഴിയിലേക്ക് ഇറങ്ങുന്നേ. അങ്ങനെയുള്ള പോരാട്ടത്തിൻ്റെ വഴികളിലൂടെ മാത്രമേ ഇവരെ പഠിപ്പിക്കാൻ പറ്റൂ. ഈ ദേശീയ പണിമുടക്കെന്ന് പറയുന്നത് ഒരിക്കൽ നടത്തിയിട്ടുണ്ട്, അതാ വീണ്ടും വരേണ്ടി വരികയാണ് ഈ തൊഴിൽ നിയമത്തിനെതിരായി. നമുക്ക് നോക്കാം. ഇടതുപക്ഷം പോരാടിക്കൊണ്ട് മാത്രമേ ജയിക്കൂ. ഒരു മാധ്യമ പരിലാളനയിലോ അല്ല ഏതെങ്കിലും തരത്തിലുള്ളൊരു കാറ്റിൻ്റെ മേലെയോ അല്ല ജയിക്കുന്നത്. ഞങ്ങൾ ഒരു കാര്യത്തെ ഉറപ്പിച്ച് പറയുന്നു, കറയറ്റ മതനിരപേക്ഷതയായിരിക്കും LDFൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതിൽ സംശയമുണ്ടാകത്തക്ക വിധം എന്തെങ്കിലും ആഖ്യാനങ്ങൾ കടവരുത്തുന്നുണ്ടെങ്കിൽ ഇടവരാത്ത വിധം കറയറ്റ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുക എന്നതായിരിക്കും ഇടതുപക്ഷത്തിൻ്റെ ഒന്നാമത്തെ പോയിന്റ്. 2, സമരഭരിതമാണ് ഇടതുപക്ഷം. ആ സമരഭരിതമായ ഇടതുപക്ഷത്തിൻ്റെ സമരനാളുകളെയാണ് ഇനി കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിശ്ചയമായും കേരളത്തിലെ LDFൻ്റെ ഭരണ നേട്ടങ്ങൾ മുതൽക്കൂട്ടാണ്. അതോടൊപ്പം കാതു കേൾക്കാത്തവർ കാത് കേൾക്കണമെങ്കിലോ അല്ലെങ്കിൽ കണ്ണ് കാണാത്തവരുടെ കണ്ണ് കാണണമെങ്കിലോ അതിനെന്ത് വേണം? അതിനുള്ള പോരാട്ടങ്ങൾ വേണം. ആ പോരാട്ടങ്ങൾ ഉയർന്നു വരും, തെരുവുകൾ സമരഭരിതമാക്കും. ഇതാണ് ഞങ്ങളുടെ മറുപടി. ശരി.